ദാസവൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ, അവിടെ പോയി അവരുടെ ഡിമാൻഡെല്ലാം അംഗീകരിച്ചിട്ട് വന്നേക്കുമല്ലേ. ദത്ത് നിൽക്കാനേ സംഗതി ശരിയാണ്. രണ്ടുപേർ കല്യാണം കഴിച്ച് സൗകര്യമായിട്ട് നിൽക്കാനുള്ള ഇടയൊന്നും ഈ വീട്ടിലില്ലായിരിക്കും. എന്ന് വെച്ചാൽ ഭാര്യ വീട്ടിൽ പോയി ദത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വേറെ താമസിക്കാനാണെങ്കിൽ ഒരു വീടെടുത്ത് മാറണം, അതല്ല അന്തസ്. ഈ ബന്ധം ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, പക്ഷെ ശരിയാവായിക്കൊന്നില്ല. സജീവേട്ടൻ ആ കുട്ടി അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും. ഒന്ന് സമ്മതിക്ക് ദാസേട്ടാ. ഞാൻ ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു. നാട്ടുകാർക്കൊന്നും അത്ര നല്ല അഭിപ്രായം അല്ല. പിന്നെ ഈ പറഞ്ഞ ബിജിമോള് പെണ്ണ് നല്ല പെണ്ണ് തന്നെയാണ്. പിന്നെ ആ തള്ളയുടെ ദത്ത് നിൽക്കണം എന്നുള്ള പിടിവാശി കൊണ്ട് അതിൻ്റെ കല്യാണം ഇത്രയും വൈകിയത്. സജീവ, ജീവിതം എന്ന് പറഞ്ഞാലേ ഒരു ടാർട്ട റോഡ് പോലെയാണ്. അത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ പൊളിഞ്ഞു പോകും. മനസ്സിലായോ നിനക്ക്? ഏട്ടൻ ഈ റോഡ് പണിയുടെ കാര്യം പറയാ, ചേട്ടന്റെ കല്യാണ കാര്യം പറയാൻ നോക്ക്. എടി അത് തന്നെ ഈ പറഞ്ഞു വരുന്നത്. വേണ്ട വിധത്തിൽ ആലോചിച്ച് കൃത്യമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലേ പഞ്ചായത്ത് റോഡ് പോലെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊളിയൂന്ന്. ഓ, വീണ്ടും റോഡ് പണി. നമുക്ക് ആ പെൺകുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. സജീവേട്ടൻ ചിലപ്പോൾ ഇതായിരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടാവോ. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സജീവ, നീ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദത്തിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ദാസേട്ടാ, അവർ വേറെ ഇതിലാണ് ചിന്തിക്കുന്നെങ്കിലോ, എന്നൊരു മോനെപ്പോലെയാണ് അവർ കാണണമെങ്കിലോ. നീ എന്തായാലും അവളെ കിട്ടുവോളെന്ന് ഉറപ്പിച്ച്. പിന്നെ എന്തിനാണ് ഈ ആലോചനയൊക്കെ? ഞങ്ങളെന്തായാലും കട്ടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവ അല്ലെങ്കിലും ദത്തണ്ടല്ലേ ഇവിടെ. ഇനി ഒരു മാറ്റമില്ല. ഓക്കേന്. അപ്പൊ 3 ഗ്ലാസ് വെള്ളം എടുത്തോ. ഓക്കെ അല്ലേ? അവൻ്റെ ഒരു ഇളി. മക്കളെ, സജി മാമിന്റെ ഫോൺ കൊടുത്തേ. ആ പോണ്ടേ. മാമ വേറെ ഫോൺ വാങ്ങിച്ചേരാ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞങ്ങോട്ട് ഇറങ്ങ്. അത് പിന്നെ പ്രത്യേകം പറയണോ? അല്ല, എപ്പോ വേണമെങ്കിലും പോവാലോ. ശരി എന്നാ. ശരി ഏട്ടാ. നടക്ക്. മാമ വരാട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പെങ്ങളെയും കുട്ടികളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ബാ. ബിജിമോൾക്ക് സ്വർണ്ണം അത്ര ഇഷ്ടമുള്ളെന്ന് തോന്നുന്നു. എനിക്ക് ഈ സ്വർണ്ണമായിട്ട് നാട്ടുകാരെ കാണിച്ചു നടക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ല സജീവട്ട. പിന്നെ സ്വർണം വേണം, അത് നമുക്കൊരു സമ്പാദ്യല്ലേ. അതെ അതെ. പിന്നെ ഇതൊന്നും എൻ്റെ അടുത്ത് പണയം വെക്കാൻ ചോദിക്കരുത് കേട്ടോ. അച്ഛൻ ചോദിച്ചപ്പോലും ഞാൻ കൊടുക്കൂല. മാറ്റം അറിയുന്ന അമ്മ പറയുന്നത്. അതും ശരിയാണ്. നമ്മളെ കണ്ടുമുട്ടി അന്ന് മുതൽ വഴക്കായിരുന്നല്ലേ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ. പക്ഷെ പിന്നെ എപ്പോഴാ സജീവേട്ടൻ എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയേ? എനിക്ക് തന്നോട് എപ്പോഴും കിട്ടാലും ഇഷ്ടം കൂടിയാ വന്നോണ്ടിരുന്നത്. ഇതെന്ത് പൂവൊക്കെ സജീവൻ റൊമാൻറ്റിക് ആണല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെ ചിരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, സത്യം പറഞ്ഞാലേ സജീവേട്ടൻ എന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോ എനിക്ക് അത്ഭുതമാ തോന്നിയത്. എന്റെ മനസ്സിൽ ഒന്നും നിൽക്കൂല സജീവേട്ട. എന്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമല്ലാതെ വന്നു കഴിഞ്ഞാല് ഞാനത് അപ്പൊ തന്നെ പറയും. സജീവേട്ടൻ എന്റെ അടുത്ത് എല്ലാം പറയണം കേട്ടോ. ഒന്ന് മറച്ചു വെക്കല്ലേ. പറയോ? സത്യം പറയാം. അതെന്താ? അതച്ഛൻ. അച്ഛനാ? അതെന്താ? അതൊന്നുമില്ല, വെറുതെ വെള്ളം വെക്കുന്നത്. അങ്ങനെയല്ല. നോക്കിട്ട് എവിടെ പോകുന്നു? ഒന്ന് നോക്കിട്ട് വരാം. അതെവിടെ? എല്ലാരും 9 മണിയാകുമ്പോ കിടന്നുറങ്ങും. മര്യാദ കിടന്നിട്ടില്ലോ. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ ഉറങ്ങും കേട്ടോ. ഞാൻ നോക്കിട്ട് വരാം. എത്ര എണ്ണം കേറ്റി? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, ഈ അടുത്തുള്ള അലവലാദികളുടെ കൂടെ കൂടരുതെന്ന്. നീതാടി എനിക്കൊരു കമ്പനി. താനാ സെബാസ്റ്റിന്റെ കയ്യിൽ കാശും കൊടുത്തു വിട്ട് തനിക്ക് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് കുപ്പി മേടിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്റെ കുപ്പിയാടി. പട്ടാളത്തിൽ വെടിയുണ്ടക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നതിന് കിട്ടിയതാടി അത്. അതിപ്പോ നിന്റെ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് വാങ്ങേണ്ട ഗതികേടായി എനിക്ക്. നിങ്ങൾക്ക്
ആ ആ, ഇത് അച്ഛൻ ഇടയ്ക്കുള്ളതാ മോനെ. മോൻ പോയി കിടന്നോ. ആ, ആ. കെട്ടിറങ്ങട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നീ ഒലത്തും. അച്ഛൻ ഈ തണുപ്പത്തെടുക്കാൻ പോയണോ? ഞാൻ പുതപ്പെടുക്കട്ടെ? വേണ്ടട മോനെ, അങ്ങ് കാശ്മീരിൽ കൊടുന്തണുപ്പത്ത് ഒന്നുമില്ലാതെ കിടന്നിട്ടുണ്ട് ഈ ഗോപി. അപ്പോഴേ ഈ തണുപ്പ് ഒരു ഫുള്ള് മുഴുവൻ കഴിച്ചാലും ഈ ഗോപി ഏത് എവറസ്റ്റും കയറും. ഇടയ്ക്കൊക്കെ അവളോട് ഇതൊക്കെ പറയണമെങ്കിലേ ഇങ്ങനെയൊക്കെ വേണം. മോൻ പോയി കിടന്നു. ശരി. ഉറങ്ങിയ ദൈവമേ. അമ്മേ. ആരാ സജീവായിട്ട് രാത്രി മെസ്സേജ് അയക്കുന്നത്? അതൊരു ഫ്രണ്ടാ. നീ ഉറങ്ങിയില്ലല്ലേ? ഞാൻ ഉറങ്ങി. എനിക്കിങ്ങനെ ഉറക്കം വരുന്നില്ല. വീട് മാറി കിടന്നിട്ടാ തോന്നുന്നു. ഗുഡ് നൈറ്റ്. കയ്യിലെ കാശ് കൊടുക്കണം നമ്മൾ തന്നെ പൊതിയണം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, ഇത് വേണോ? കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമല്ലേ ഉള്ളൂ. പിച്ചി മോളെന്ത് വിചാരിക്കും? സജീവനെ കാണുന്ന ഇപ്പം തന്നെ നിർബന്ധം പറഞ്ഞ നീയല്ലേ? അത് ഇതും കൊണ്ട് പോകാനാണ്. അവൻ പോയിട്ട് 2 ദിവസമായില്ലേ? നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? പിന്നെ അളിയൻ സ്നേഹം. അളിയനല്ലടാ, അവനെനിക്ക് അനിയനെ പോലെയാണ്. സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിന്നിട്ട് 2 അടിച്ചിട്ട് വണ്ടി വിട്ടെ. ഓ, ജോലിയില്ലാത്ത ദിവസം സജീവനൊരു പണിയായി അല്ലേ? സത്യം പറഞ്ഞ എൻ്റെ ഭാര്യയും മോളും വളരെ സ്നേഹമുള്ളവരാ. പക്ഷെ ഈ സ്നേഹമൊക്കെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ എൻ്റെ മോൻ റെജി നേരെ തിരിച്ചായിരുന്നു. അവന് സ്നേഹിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒക്കെ അറിയാം. ഞാനവനിതേ ഇതുപോലെ ഇരുന്ന് പല വിശേഷങ്ങളും പറയും. ചെറുതൊരെണ്ണം മേടിച്ച് രഹസ്യത്തിലടിക്കും. എല്ലാം തുറന്ന് പറയുന്നവനാ. അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് അവന് തോന്നിക്കാണും. അല്ലാതെ എന്താ. ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കൊച്ചിനെയാ അവൻ പ്രേമിച്ചത്. എന്നിട്ട് ആ കുട്ടി? ആ കൊച്ചിനെ ദൂരെ എവിടേക്കോ കെട്ടിച്ചു വിട്ടു. അവൻ തൂങ്ങിയപ്പോൾ ആർക്ക് പോയി? ചിലരുടെ ആവശ്യമില്ലാത്ത വാശി. അല്ലാതെ എന്താ അല്ലേ? അച്ഛൻ്റെ വീട്ടിലൊന്നും പോകാറില്ലേ? സഹോദരങ്ങളൊക്കെ അവരവരുടെ വഴിക്ക് പോയി. പിന്നെ വല്ല കല്യാണത്തിനോ മരിച്ച വീട്ടിലോ വന്നാൽ കാണും. മുത്തശ്ശി ഇപ്പോഴും ഉണ്ട്. 90 വയസ്സായി. എന്നെ വളർത്തിയത് മുത്തശ്ശിയാ. എല്ലാ മാസവും കോട്ട മേടിക്കാൻ എറണാകുളത്ത് പോകുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തിറങ്ങും. അതാണ് ഒരു ആശ്വാസം. ഇപ്പൊ എൻ്റെ അനുജൻ സുരേന്ദ്രന്റെ കൂടെയാ. അച്ഛനെന്താ ഇവിടെ നിൽക്കുന്നത്? റേഷൻ കടയിൽ പോകുന്നില്ലേ? മാസത്തിൽ ഒരു തവണ പോയപ്പോ വിജി, അടുത്ത ആഴ്ച മണ്ണെണ്ണ വരൂ. എന്റെ അച്ഛ അവിടെ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ തിരിച്ചോണ്ടിക്കാതെ പോയി നോക്കാൻ നോക്കും. ഓ, ഞാൻ പോവാം. ഇനി അതും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാം. അച്ഛനോട് ഞാൻ പോയിട്ട് വരാം. സജീവേട്ടാ ഇവിടെ നിൽക്ക്. പോയൊന്നും ശീലമില്ലല്ലോ. സജീവേട്ടനെ പോത്തിന് തീറ്റിട്ടാ. ശരിയേ. പിന്നെ പോത്തിനെ തീറ്റി നല്ല ശീലാണല്ലോ. അവിടെ ഉണ്ട് സംഭവം. ആ ദാസേട്ടനോ? ഓ ആ ദാസേട്ടാ, നീ ആ പോത്തിന് കെട്ടിട്ട് വാ. വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വരുന്നു. സുനിതേച്ചി പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ദാസേട്ടാ വിശേഷം? നിനക്കൊരു പോത്തിന് കിട്ടിയില്ല. രമേശ് ചേട്ടൻ ഭയങ്കര കോമഡി ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. വാ വാ.